പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് പോർപ്പൊരുതുവാനെനിക്കാശയുണ്ടേ. ഈ പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് പോർപ്പൊരുതുവാനെനിക്കാശയുണ്ടേ. ലക്ഷ്യമതാണെൻ്റെ, ആശയതാണെൻ്റെ, ഇച്ഛയതാണെൻ്റെ യേശുനാഥ. ലക്ഷ്യമതാണെൻ്റെ, ആശയതാണെൻ്റെ, ഇച്ഛയതാണെൻ്റെ യേശുനാഥ. ഈ പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് പോർപ്പൊരുതുവാൻ എനിക്കാശയുണ്ടേ. ഈ പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് പോർപ്പൊരുതുവാൻ എനിക്കാശയുണ്ടേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 12:7. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12:1 കർത്താവ് ഇടപെട്ട ശേഷം വീണ്ടും അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുന്നത് പറഞ്ഞതിൻ്റെ അകത്ത് ഒന്ന് നിവൃത്തിയായപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് ഇങ്ങനെ? ഈ ദൈവത്തിൻ്റെ ഓരോ എൻകൗണ്ടർ ഉണ്ടാകുന്നത് ചിലത് തുടങ്ങുമ്പോഴും ചിലത് പൂർത്തീകരിക്കുമ്പോഴുമാണ്. ആമേൻ. ആമേൻ. ഇന്ന് ഞാൻ പരിശുദ്ധാത്മ പറയുന്നു, ചില എൻകൗണ്ടറുകൾ ചിലത് ആരംഭിക്കും, ചില എൻകൗണ്ടർ ചിലതിനെ പൂർത്തീകരിക്കും. ആമേൻ. ആമേൻ. കനാനിലേക്ക് ഇറങ്ങിയപ്പോൾ എൻകൗണ്ടർ, കനാനിലെത്തിയപ്പോൾ എൻകൗണ്ടർ. ഓ ഹല്ലേലൂയ. ആൽഫയായവൻ ഒമേഗയായവൻ. അവിടെ കർത്താവ് അല്ലെങ്കിൽ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും പറയാണ്, ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. റിപ്പീറ്റായിട്ട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇതാണ് ദൈവത്തിന് നിന്നോട് പറയാനുള്ള ദൂതുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം നീ തളരരുത്. അവിടെ എന്ത് ചെയ്തു? അവിടെ അവനൊരു യാഗപീഠം പണിതു. അബ്രഹാമിൻ്റെ ഒരു പ്രത്യേകതയാണ്, അബ്രഹാം പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അവൻ യാഗപീഠങ്ങളെ പണിയുന്നവനാണ്. പ്രാർത്ഥനയും യാഗപീഠം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യാഗം എന്ന് പറഞ്ഞാൽ ആരാധനയാണ്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷയാണ്. അബ്രഹാമിൻ്റെ ലൈഫിൽ എവിടെ യാഗപീഠം, വാഗ്ദത്തം കേട്ടാൽ അവൻ യാഗപീഠം പണി, ചെല്ലുന്നിടത്തെല്ലാം അവൻ യാഗപീഠം കഴിയും. അതിൻ്റെ അർത്ഥം അബ്രഹാമിൻ്റെ ലൈഫ് മുഴുവൻ യാചനകളിലല്ല, ആരാധനയിലാണ്. ദൈവത്തെ യഥാർത്ഥമായി കാണുന്ന ഒരുവൻ അവൻ്റെ യാചനകൾ സ്തുതിക്ക് വഴിമാറും. കാരണം അവനറിയാം ദൈവം ഒന്ന് റിലീസ് ചെയ്തോ പിന്നെ അതിൽ ലഭിച്ചിരിക്കും. നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ തലമുറ നോക്കി, ദൈവത്തിൻ്റെ ഒരു ദൂത് റിലീസാണോ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആരാധനയായിരിക്കും. അവൻ ആരാധന എന്ന് പറയുന്നത് എന്തിനാ? കിട്ടാനല്ല, കിട്ടിയതിനാ, ലഭിച്ചു കഴിഞ്ഞതിനാ. അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വർണ്ണനയാണ്. പ്രൈസ് ഗോഡ്. അബ്രഹാമിൻ്റെ ലൈഫിൽ ദൈവം കൂടെ കൂടെ സന്ദർശിക്കുന്നു. അബ്രഹാം ദൈവത്തിന് കൂടെ കൂടെ യാഗപീഠം പണിയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ തുടർമാനമുണ്ടാകും. 2, നിങ്ങൾ തുടർമാനം ദൈവീയ ആരാധനയിൽ കയറും. ഇന്നത്തെ പകൽക്കാലം ഇന്നും ഒരാരാധന ഉയരാൻ ദൈവം നിങ്ങളെ ഒരുക്കുന്നു. ചില എൻകൗണ്ടറുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ചിലതിനെ തുടങ്ങാനും ചിലതിനെ പൂർത്തീകരിക്കാനും ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ചില തുടക്കങ്ങളുടെ ദിനങ്ങളാണിത്, ചിലതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ദിനങ്ങളാണിത്. കർത്താവ് അതിനായി ഞങ്ങളെ ഒരുക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ വചനത്തിനായി നന്ദി പറയും.
കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ചില എൻകൗണ്ടേഴ്സ് നൽകുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവെ, അങ്ങ് നൽകുന്ന എൻകൗണ്ടറുകൾ കർത്താവ് ഞങ്ങളെ ചില കാര്യങ്ങൾ ആരംഭിക്കുവാനും കർത്താവ് ആരംഭിച്ചതിനെ പൂർത്തീകരിക്കുവാനും പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കാൻ പോകുന്നതിന് നന്ദി പറയും. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിലും ഈ കുടുംബത്തിലും കർത്താവ് ചില എൻകൗണ്ടേഴ്സിൽ ആരംഭങ്ങൾ ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവിടെ ആരാധന ഉയരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, മഹത്വം ഉയരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, അങ്ങേ പ്രസാദിപ്പിക്കുന്ന ഒരു യാഗം അവിടെ ഉയരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ആരാധനയാലും എൻകൗണ്ടറിനാലും കർത്താവിൽ അങ്ങ് നിറയ്ക്കാൻ പോകുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം അങ്ങനെ തന്നെ ഇവർക്ക് റിലീസ് ചെയ്യുന്നു. ചില എൻകൗണ്ടറുകളുടെ ദിനങ്ങളാക്കി ദിവസം തീർക്കണമേ. ചില പൂർത്തീകരണത്തിൻ്റെ ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ തീർക്കണമേ. ചില ആരാധനയുടെ ആത്മതലങ്ങളിലേക്ക് ഇവരെ കയറ്റുന്നതാക്കി ഈ ദിവസങ്ങളെ തീർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് ഈ രാവിലെ ഞങ്ങളുടെ ഒപ്പം, ഈ സമയത്ത് ഞങ്ങളുടെ ഒപ്പം പ്രാർത്ഥനയിലും വചനത്തിന് മുൻപിലുമായിരിക്കുന്ന മക്കളെ ബ്ലസ് ചെയ്യുന്നു. അവർ ഒരു അനുഗ്രഹമായി തീരട്ടെ. ചില സ്ട്രഗിളുകളുടെ കൂടെ അവർ കടന്നു പോകുന്നു, ആ സ്ട്രഗിളുകൾ മാറട്ടെ. ചില വെല്ലുവിളികളുടെ കൂടെ അവർ കടന്നു പോകുന്നു, യേശുവിൻ്റെ നാമത്തിൽ വെല്ലുവിളികൾ മാറട്ടെ. ചില അസാധ്യതകളുടെ നടുവിലൂടെ അവർ കടന്നു പോകുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ സാധ്യതകൾ മാറട്ടെ. ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു പ്രാർത്ഥന, കുടുംബമായിട്ടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് ആമേൻ നൽകുകയാണ്. അവർ സുരക്ഷിതരായിരിക്കട്ടെ. അവരുടെ ജോലി, അവരുടെ നന്മകൾ സുരക്ഷിതമായിരിക്കട്ടെ. ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ നന്മകൾ ലഭിക്കട്ടെ. തുറക്കത്തില്ലെന്ന് പറഞ്ഞത് തുറക്കട്ടെ. ആരോഗ്യത്താലും സൗഖ്യത്താലും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് കൂടെയുണ്ട്, ധൈര്യത്തോടിരിക്കണേ. ഗോഡ് ബ്ലെസ് യു. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.